ഒരു ചോദ്യം ചോദിക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഒരു പരീക്ഷയിൽ, ഒരു ജോലിയിൽ, ഒരു ബന്ധത്തിൽ, അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ. അങ്ങനെ സംഭവിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഞാൻ പരാജയപ്പെട്ടു എന്ന് വിളിച്ചിട്ടുണ്ടോ? പക്ഷേ ഇന്ന് നമുക്ക് ചിന്തിക്കാം, ഫെയിലിയർ ശരിക്കും പരാജയമാണോ? നമ്മൾ എന്തുകൊണ്ട് ഈ പരാജയത്തെ ഭയക്കുന്നു? ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഒന്നാം സ്ഥാനം നേടണം, തോറ്റാൽ ആളുകൾ എന്തു പറയും? അങ്ങനെ പരാജയം ഒരു അവസാനമാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ പരാജയം ഒരു വിധിയല്ല, അതൊരു അനുഭവമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ ആദ്യ ശ്രമത്തിൽ തന്നെ നടക്കുമോ? ഇല്ല, വീഴും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും വീഴും, ഒടുവിൽ നടക്കും. അപ്പോൾ നമ്മൾ ആ കുഞ്ഞിനോട് നീ പരാജയപ്പെട്ടു എന്ന് പറയില്ല, കാരണം വീഴുന്നത് പഠനത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്കറിയാം. അപ്പോൾ വലുതായപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു തോൽവിയെ ജീവിതത്തിൻ്റെ അവസാനമായി കാണുന്നത്? ഈ പരാജയം നമ്മളെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ ഇന്നിവിടെ പറയാം. ഒന്നാമത് വിനയം, എല്ലാം നമുക്ക് അറിയില്ലെന്ന് മനസ്സിലാകും. രണ്ടാമത് ക്ഷമ, വലിയ കാര്യങ്ങൾക്ക് സമയം വേണമെന്ന് പഠിക്കും. മൂന്നാമത് വളർച്ച, ഏത് ഭാഗത്താണ് മെച്ചപ്പെടേണ്ടതെന്ന് മനസ്സിലാകും. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കാത്തത് നിങ്ങൾക്ക് നല്ലത് വരാനുള്ള തയ്യാറെടുപ്പായിരിക്കാം. ആ സമയത്ത് അത് മനസ്സിലാകില്ല. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പരാജയം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നത്തെ ആളാകില്ലായിരുന്നു എന്ന് പലരും പറയാറുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഒരു പരാജയം നേരിടുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളെ തന്നെ പരാജയപ്പെട്ട മനുഷ്യൻ എന്ന് വിളിക്കരുത്. ഇന്ന് അതൊരു തോൽവിയായിരിക്കാം, പക്ഷെ നാളെ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായി മാറാം. ഓർക്കുക, ഫെയിലിയർ ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ്, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് സക്സസ്. ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതൂ. വീണ്ടും ഒരു പുതിയ ജീവിത ചിന്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.